എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്ലാസിക് റെസിപ്പി ആയിട്ടുള്ള പാലക് പനീറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാലക്കും പനീറും ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഹെൽത്തി ആണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് മസാല കൂട്ടുകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന പാലക് പനീറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ പാലക് ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 പിടി പാലക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നു. എല്ലാ ഭാഗവും ഒന്ന് മുങ്ങാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് മാത്രം ഇതൊന്ന് തിളച്ചാൽ മതിയായിരിക്കും. അതിനുള്ളിൽ ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല തണുത്ത വെള്ളത്തിൽ ഞാൻ കുറച്ചും കൂടെ ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിലേക്കാണ് ഈ പാലക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പാലക്കിൻ്റെ നല്ല പച്ച നിറം ഉണ്ടല്ലോ, അത് നമുക്ക് നിലനിർത്താൻ പറ്റും. തണുത്ത വെള്ളത്തിൽ കിടന്ന് ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിൽ നിന്നും നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കഷ്ണം പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഒരിത്തിരി തണുത്ത വെള്ളം, ഒരു ചെറിയ ഐസ് ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടും തരികളില്ലാതെ നല്ല പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു കടായിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകവും 1 കഷ്ണം ബേ ലീഫും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ മണം നമ്മുടെ ഈ പാലക് പനീറിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 1 സവോള കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് അരമുറി തക്കാളി കുരുവൊക്കെ കളഞ്ഞത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പാലക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത സവാള തക്കാളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒരു പേസ്റ്റ് പരുവത്തിലായിരിക്കും. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിള വരുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ച പനീർ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പനീർ ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സീല് പോലെ വരും, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതുപോലെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ നേരിട്ട് നമ്മൾ പാലക്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇതുപോലെ ചേർത്താൽ മതി. പനീർ ഉടഞ്ഞു പോകാണ്ട് വളരെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പനീർ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഒരുപാട് നേരമൊന്നും വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് 3 മിനിറ്റ് വെന്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെയും ബട്ടർ നാൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടുക. അപ്പോൾ എല്ലാവരും ഈ പാലക് പനീർ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.